morning, students. നമുക്ക് റൂട്ട് ടെസ്റ്റിലെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. സിഗ്മ k equal to 1 to infinity 4k cube plus 5k square plus 2 by k raised to 5 plus k plus 1 whole raised to k is converge or not. നമുക്ക് ചെക്ക് ചെയ്യണം ഈ സീരീസ് കൺവെർജ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ whole raised to k ആണ്. whole raised to k വരുന്ന കേസിലൊക്കെ നമ്മൾ ഏത് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുക? റൂട്ട് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുക. ഇവിടെ റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റിലെ റോ കാണാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk whole raised to 1 by k എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ uk കണ്ടുപിടിക്കുക. uk എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. 4k ക്യൂബ് പ്ലസ് 5k സ്ക്വയർ പ്ലസ് 2 by k raised to 5 പ്ലസ് k പ്ലസ് 1 whole raised to k. ഇതാണ് നമ്മുടെ uk. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? റോ കണ്ടുപിടിക്കണം. റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk whole raised to 1 by k. അപ്പോൾ നമ്മൾ ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യുടെ വാല്യൂ എത്രയാണ്? 4k ക്യൂബ് പ്ലസ് 5k സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ k raised to 5 പ്ലസ് k പ്ലസ് 1 whole raised to k whole raised to 1 by k. അപ്പൊ kയും kയും കട്ടായി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 4k ക്യൂബ് പ്ലസ് 5k സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ k raised to 5 പ്ലസ് k പ്ലസ് 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് k ക്യൂബ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് കിട്ടും? നമുക്ക് 4 പ്ലസ് 5 by k പ്ലസ് 2 by k ക്യൂബ്. ഇപ്പൊ ന്യൂമറേറ്ററിൽ എന്താണ് ഞാൻ പുറത്തേക്ക് എടുത്തത്? k ക്യൂബ് പുറത്തെടുത്തപ്പോ k ക്യൂബ് 4 വരും, ഇവിടെ 5 by k വരും, ഇവിടെ 2 by k ക്യൂബ് വരും. നമ്മൾ ചെയ്ത് ശരിയാണെന്ന് നോക്കാനായിട്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം 4k ക്യൂബ് കിട്ടി. k ക്യൂബ് കൊണ്ട് ഇതിന് കൂടി ചെയ്യുമ്പോൾ നമുക്ക് 5k സ്ക്വയർ കിട്ടി. k ക്യൂബ് കൊണ്ട് ഇതിനെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് k ക്യൂബ് വെട്ടി 2 കിട്ടും. ഡിനോമിനേറ്റർ എന്ത് പുറത്തെടുക്കാം? k raised to 5 പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 1 വരും. ഇവിടെ എന്ത് വരും? 1 by k raised to 4 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 1 by k raised to 5 വരും. ശരിയാണെന്ന് നോക്കാനായിട്ട് k raised to 5 കൂടി ചെയ്യുമ്പോൾ k raised to 5 വരും. ഇതുകൊണ്ട് കൂടി ചെയ്യുമ്പോൾ k വരും. അതുകൊണ്ട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. ഇനി ഈ k ക്യൂബും k raised to 5 വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k സ്ക്വയർ എന്ന് വരും അല്ലെ? 1 by k സ്ക്വയർ. k ക്യൂബും k raised to 5 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 1 by k സ്ക്വയർ വരും. ഇവിടെ k ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ 2 by k ക്യൂബ് എന്തായി പോകും? 0 ആയി പോകും. 5 by k എന്തായി പോകും? 0 ആയി പോകും. 1 by k raised to 4 0 ആയി പോകും. 1 by k raised to 5 ഉം 0 ആയി പോകും. ബാക്കി ഇവിടെ എന്താണുള്ളത്? 4 by 1 എന്നാണുള്ളത് അല്ലെ? 4 by 1 എന്നാണുള്ളത്. അപ്പൊ 1 by k സ്ക്വയർ ഇൻറ്റു 4 by 1 എന്ന് വരും. ബാക്കി 5 by k 0 ആയി പോകും. 2 by k ക്യൂബ് 0 ആയി പോകും. 1 by k raised to 4 0 ആയി പോകും. 1 by k raised to 5 0 ആയി പോകും. ബാക്കി ഇവിടെ അവശേഷിക്കുന്ന എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k സ്ക്വയർ ഇൻറ്റു 4 by 1. ഇനി k നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ വലുതാവുന്നതിനനുസരിച്ച് ഈ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് വരും. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആണ്. therefore റോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് given series is converges. given series converges. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് ടെസ്റ്റിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഹോൾ റേസ്റ്റ് k ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് uk നമ്മൾ കണ്ടുപിടിച്ചു. uk കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല എന്താണ്? k ടെൻസ് ടു ഇൻഫിനിറ്റി uk ഹോൾ റേസ്റ്റ് 1 by k ആണ്. ആ ഫോർമുലയിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ kയും കട്ടാവുന്നു. അതിനുശേഷം ന്യൂമറേറ്ററിൽ നിന്ന് k ക്യൂബ് പുറത്തെടുക്കുന്നു. ഡിനോമിനേറ്ററിൽ നിന്ന് k raised to 5 പുറത്തെടുക്കുന്നു. അങ്ങനെ പുറത്തെടുത്തിട്ട് kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 5 by k 0 ആയി പോകും. 2 by k ക്യൂബ് 0 ആയി പോകും. 1 by k raised to 4 0 ആയി പോകും. 1 by k raised to 5 0 ആയി പോകും. ബാക്കി എന്താണ് അതിലുള്ളത്? 1 by k സ്ക്വയർ ഇൻറ്റു 4 by 1 എന്നാണ്. ഇനി kക്ക് ഇൻഫിനിറ്റി കൊടുക്കും. k വലുതാവുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായി പോകും? ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ ആൻസർ 0 വരും. therefore ലെസ് ദാൻ 1 ആണ്. therefore given series എന്താണ്? given series കൺവെർജ് ആണ് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. റൂട്ട് ടെസ്റ്റ് ചെയ്താലും റേഷ്യോ ടെസ്റ്റ് ചെയ്താലും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചെയ്താലും ലെബിനീസ് ടെസ്റ്റ് ഏത് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾ അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ ആ ഫോർമുല നിർബന്ധമായിട്ട് എഴുതണം. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ഒരു നല്ല വൈറ്റ് പേപ്പറിൽ എഴുതി കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിന്റെ ഫോർമുല എഴുതുക, അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ, റൂട്ട് ടെസ്റ്റിന്റെ വർക്കിംഗ് പ്രൊസീജിയർ, ലെബിനീസ് ടെസ്റ്റ്,
ഏത് ടെസ്റ്റ് ആണെങ്കിലും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതി ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.